ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ചക്ക വെട്ടാണ് കേട്ടോ. അപ്പോൾ ചക്ക വെട്ടുന്നത് ഏട്ടനും ഞാനും അമ്മയുടെ അനിയത്തി തങ്കാൻ്റെയും കൂടിയാണ്. അപ്പോൾ ചക്ക വെട്ടി ചുളയാക്കിയിട്ട് അത് വറക്കാനും പുഴുങ്ങാനും കൂടെ ഉള്ള ഉദ്ദേശമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചക്ക ചുളയാക്കിയത് ആൻറ്റി കൊണ്ടുപോയി. ബാക്കി ചക്ക നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചക്കേൻ്റെ ചവണിയെല്ലാം കളഞ്ഞ് എണ്ണതാ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്കത് പുഴുങ്ങാനും കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ചക്ക പുഴുങ്ങാനും വറക്കാനും കൂടെ ഉദ്ദേശിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതായത് ചക്കച്ചുളയുടെ തലയും വാലും അരിഞ്ഞ് മാറ്റുക, ബാക്കി ഭാഗം അരിയുക. അപ്പോൾ തലയും വാലും അരിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പുഴുങ്ങാനും അല്ലാതെയുള്ള ഭാഗം നമുക്ക് നീളത്തിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ അത് വറുക്കാനും എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് ചക്ക വറുത്തത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഏട്ടൻ. അപ്പോൾ നല്ല ഷേപ്പില്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ സമയം എടുത്ത് അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് വറക്കുകയും വേണം പുഴുങ്ങുകയും വേണം. പുഴുങ്ങുന്ന വീഡിയോ നമ്മൾ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, അത് വിട്ടുപോയി. അപ്പോൾ ചക്ക പുഴുങ്ങുന്ന വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, വേറൊരു ദിവസം പുഴുങ്ങിയത്. അപ്പോൾ ഇതാ നമ്മൾ ചക്ക പുഴുങ്ങാൻ വേണ്ടിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇത് തലയും വാലും അരിഞ്ഞെടുത്തത്. അതിനുശേഷം ഇതാ ചക്ക വറുക്കാൻ വേണ്ടി അരിഞ്ഞെടുത്തത്. എന്ത് രസമല്ലേ കാണാൻ, നല്ല അടിപൊളി ഷേപ്പായിട്ടില്ലേ. അപ്പോൾ ഇത് ഇനി നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളൊരു ഉരുളിയിൽ, ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിൽ ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലാണ് വറുത്തെടുക്കുന്നത്. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചാൽ ചക്ക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വരണം. അതിന് ശേഷം വേണം നമുക്കിത് എന്താ പറയുക, കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളുടെ ചക്ക വറുത്തത് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ചക്ക വറുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുഴുക്കും റെഡിയാക്കാം, ചക്ക വറുത്തതും റെഡിയാക്കാം. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ട്രിപ്പ് ചക്ക വറുത്തത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പും കൂടെ ചക്ക വറുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് കുറച്ച് സമയം എടുക്കും. ഇത് എന്താ പറയുക, ഇട്ട പാടെ ഇളക്കരുത്, ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഇളക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ അതായത് നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ വേഗത തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കുറച്ച് നേരം ഇരുന്ന സമയത്ത് ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് നിറം മാറി വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചക്ക വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കോരുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് നമ്മൾ കുറച്ച് ഉപ്പ് നീര് ഇതിനകത്തേക്ക് തളിച്ച് കൊടുക്കണം. അങ്ങനെയാണ് നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളുടെ ചക്ക വറുത്ത് റെഡിയായി. 4 മണി ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. എന്താ പറയുക, പറമ്പിൽ വെറുതെ നാശമായി പോകുന്ന ചക്ക കുറച്ച് മെനക്കെട്ട പണിയാണ്. എന്നാൽ പോലും ഇത് ചെയ്തു വെച്ചാൽ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മളുടെ ചക്ക വറുത്തത്. അപ്പോൾ അതാ ഫൈനലായിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ, വായിൽ വെള്ളം വരുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ.